Hello, good morning. Good morning, Miss. Morning all. Morning. Good morning, ma'am. Morning. Good morning, ma'am. Morning. എല്ലാവരും ഇറങ്ങിപ്പോയായിരുന്നോ? വെയിറ്റ് ചെയ്യണോ? എങ്ങനെ നിങ്ങൾ കഴിഞ്ഞ ലക്ഷം എടുത്തത് ട്രാൻസ്പോർട്ടേഷന്റെ വായിച്ചു നോക്കിയായിരുന്നോ? സാറ്റർഡേ സൺഡേ കിട്ടിയിട്ട് തുറന്നില്ലേ? ട്രാൻസ്പോർട്ടേഷന്റെ കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ? ഇല്ല, ഞങ്ങൾക്ക് സാറ്റർഡേ സൺഡേ ബിസി ആയിരുന്നു എന്നാണ് പറയാനേ. വായിച്ചു നോക്കിയവര് കുറച്ചുപേര് തമ്പൊക്കെ ഇട്ടിട്ടുണ്ട്. എനിവേ നമുക്ക് കണ്ടിന്യൂ ചെയ്യാലേ? എന്തായാലും ചോദിക്കണ്ടല്ലോ. എന്തായിരുന്നു ട്രാൻസ്പോർട്ടേഷനിൽ എന്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, എന്താണ് ഇതുവരെ എത്തി നമ്മൾ ട്രാൻസ്പോർട്ടേഷന്റെ? അതുവരെയെങ്കിലും ആർക്കെങ്കിലും ഐഡിയ നോക്കട്ടെ. എവിടെ വരെയാണ്? ട്രാൻസ്ഫർ ടു ആൻഡ് എക്സ്റ്റെൻഡ് കെയർ ഫെസിലിറ്റി വരെ എടുത്ത്. എന്താണ് അതൊന്നും കൂടി ഒന്ന് പറയാമോ? ലാസ്റ്റ് ആരെങ്കിലും ഒന്ന് പറഞ്ഞാലും മതി. ട്രാൻസ്ഫർ ഓഫ് എക്സ്റ്റെൻഡ് കെയർ ഫെസിലിറ്റി എന്താണ് മീൻ ചെയ്തതെന്ന് പറയാമോ? നഴ്സിന്റെ സമ്മറി ലിസ്റ്റ്, പിന്നെ പേയ്മെന്റ് ബിൽസ്, പിന്നെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തുള്ള ഡീറ്റെയിൽസ് 2 കോപ്പി വീതം എടുത്ത് വെക്കണം, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, അതായത് നമ്മള് ഇന്റർ ട്രാൻസ്ഫറും എന്താ പറയാ പുറത്തേക്ക് അല്ലെ മറ്റു കൂടുതൽ ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിലേക്കൊക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ പേഷ്യന്റിന്റെ റിലേഷൻഷിപ്പ് ഉള്ള അല്ലെ അടുത്ത ബന്ധുക്കളുടെ റിക്വസ്റ്റ് പ്രകാരമൊക്കെ നമ്മൾ മറ്റു ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോകും. ആ ടൈമിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. അപ്പൊ അതിന്റെ ട്രാൻസ്ഫർ നമ്മൾ പറഞ്ഞു നിർത്തി. ദെൻ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കീ എലമെന്റ്സ് ഫോർ ട്രാൻസ്ഫർ ഓഫ് സർട്ടിഫിക്കറ്റ് പേഷ്യന്റ്. അപ്പൊ എല്ലാവരും PDF എടുത്തിട്ടുണ്ടാവും അല്ലെ? ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റിന്റെ PDF ഒക്കെ എടുത്തു, നമ്മൾ റെഡി ആയി. അപ്പൊ നമുക്ക് തുടങ്ങാലോ. ക്ലാസ് തുടങ്ങാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കീ എലമെന്റ്സ് ഫോർ ട്രാൻസ്ഫർ ഓഫ് സർട്ടിഫിക്കറ്റ് ഇൻ പേഷ്യന്റ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു ട്രാൻസ്ഫർ നമ്മൾ ചെയ്യണമല്ലോ പേഷ്യന്റിനെ, ഒന്നല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും വാർഡിലേക്കോ അല്ലെങ്കിൽ മറ്റു ഹോസ്പിറ്റലിലേക്കോ ഇപ്പോ ട്രാൻസ്ഫർ ചെയ്യണമെന്നുള്ള ആ തീരുമാനങ്ങൾ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ബന്ധപ്പെട്ട ഈ കാറ്റഗറി ബി കാറ്റഗറിയിൽ കുറച്ച്, പിന്നെ വീണ്ടും മോഡ് ഓഫ് ട്രാൻസ്ഫർ ഉണ്ട്. വീണ്ടും പറയുന്നുണ്ട് അക്കമ്പൈൻമെന്റ് പേഷ്യന്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് താഴെ എലമെന്റ്സിൽ വിവരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് തീരുമാനം എടുക്കണം അല്ലെ, ഒരു ഡിസിഷൻ എടുക്കണം. എന്താണ് നമ്മള് പേഷ്യന്റിനെ ഈ ഇതുവരെ പരിചരിച്ച ആ സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനം എടുക്കുക എന്നതാണ് ഫസ്റ്റ് എലമെന്റ് ആയിട്ട് പറയുന്നത്. ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫസ്റ്റ് എന്ന് പറയുന്നത് അത് കമ്മ്യൂണിക്കേഷൻ വഴിയല്ലേ, ആശയവിനിമയം വഴിയാണ് അത് സാധ്യമാകുന്നത്. അല്ലെങ്കിൽ ഡോക്ടറും പേഷ്യന്റും തമ്മിൽ അല്ലെങ്കിൽ പേഷ്യന്റ് റിലേറ്റീവ്സും തമ്മിലൊക്കെയുള്ള ആശയവിനിമയത്തോട് കൂടിയിട്ടാണ് ഈ തീരുമാനങ്ങൾ എടുക്കുന്നത്. നമുക്കറിയാം, നിങ്ങളിപ്പോ നിത്യജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ്, അതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റും. എന്താ പറയുന്നത്, ദ ഡിസിഷൻ ടു ഷിഫ്റ്റ് ദ പേഷ്യന്റ് ഈസ് ഇമ്പോർട്ടന്റ് vulnerability of exposure of the patient and the staff to extra risk and extra expense for the relatives and the hospital. അതായത് അവര് പറയുകയാണ്, എന്താണ് കൃത്യമായിട്ട് അവരെ നോട്ട് ചെയ്ത് പറയുകയാണ്, നിങ്ങൾ ഈ പേഷ്യന്റ് ഇവിടെ കടന്നു കഴിഞ്ഞാൽ, അതായത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം വെച്ച് ചികിത്സിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ
എന്താ പറയാ ദുർബലാവസ്ഥയിലായിരിക്കും. വൾനറബിലിറ്റി എന്ന് പറയുന്നത് ദുർബലത, ആ ഒരു അതായത് ഡൗൺ ആയിട്ട് പോകും എന്നുള്ള ആ ഒരു ഇതാണ്, അതിന്റെ ആ സാധ്യതയാണ് അങ്ങനെ പറയുന്നത്. അതായത് രോഗിയുമായിട്ട് പരിചരിക്കുന്നത്, ആ രോഗിയെ ചികിത്സിച്ച് കൈകാര്യം ചെയ്യുന്ന ഡോക്ടേഴ്സിന്റെ ആ സമ്പർക്കം, അതാണ് എക്സ്പോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പർക്കം. രോഗിയുമായി ബന്ധപ്പെടുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും ഈ പേഷ്യന്റ് ഇനി ഇവിടെ തന്നെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ അദ്ദേഹത്തെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇമ്പ്രൂവ്മെന്റ് വരാൻ സാധ്യതയില്ല എന്നൊക്കെ ഉള്ള ഒരു സാധ്യത അവരോട് പറയാണ് പേഷ്യന്റിനോടോ. ആൻഡ് ദ സ്റ്റാഫ് ടു എക്സ്ട്രാ റിസ്ക് ആൻഡ് ദ എക്സ്ട്രാ എക്സ്പെൻസ് ഫോർ ദ റിലേറ്റീവ്സ് ആൻഡ് ദ ഹോസ്പിറ്റൽ. അതായത് ഇത് ഇങ്ങനെ പരിചരിക്കുന്നത് കൊണ്ട് ഒരു റിസ്ക്, അതായത് സ്റ്റാഫിനൊന്നും കൂടുതൽ എന്താ പറയുക നല്ല ഇമ്പ്രൂവ്മെന്റ് വരില്ല എന്നുള്ള ഒരു മൈൻഡാണ്. അതേപോലെ തന്നെ കൂടുതൽ എക്സ്പെൻസ് ആണ് ഇവിടെ കിടക്കുന്നത് കൊണ്ട് കൂടുതൽ എക്സ്പെൻസ് മാത്രം ചെലവാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. രോഗിക്ക് പ്രത്യേകമായിട്ട് ഇമ്പ്രൂവ്മെന്റ്സ് ഒന്നും വരാൻ സാധ്യതയില്ല എന്ന് ഉള്ള കാര്യം അവരെ ഇൻഫോം ചെയ്യാണ്. അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് എത്തുകയാണ്. അപ്പൊ അതില് ഡൗട്ട് ആയിട്ടുള്ള 2 വേർഡ് എന്ന് പറയുന്നത് വൾനറബിലിറ്റി ഓഫ് എക്സ്പോഷർ ആണ്. അതായത് ദുർബലാവസ്ഥയും എക്സ്പോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പർക്കം, പേഷ്യന്റുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് ഇവരിത് ഈ ഡിസിഷൻ, ഈ ഒരു തീരുമാനത്തിലെത്തുന്നത്. അത് മിക്കവാറും നമുക്കറിയാം പേഷ്യന്റിന് നേരിട്ട് എന്താ പറയുക നമ്മളായിട്ട് ഡിസ്കസ് ചെയ്യുന്ന മിക്കവാറും നമ്മളുമായി ബന്ധപ്പെടുന്ന നഴ്സുമാരൊക്കെ ആയിരിക്കും അല്ലെ. അതിനുശേഷം വീണ്ടും ഈ ഡിസിഷൻ അറിയിക്കാനായിട്ട് നമ്മൾ എന്താ പറയാ സീനിയർ ഡോക്ടറിനെ അറിയിക്കാം അല്ലെ. ജൂനിയർ ഡോക്ടേഴ്സ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഇത് ആദ്യമായിട്ട് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത്, പേഷ്യന്റിനെ റിലേറ്റീവിനോട് സംസാരിക്കുന്നത്. നെക്സ്റ്റിൽ പറയാണ് ദ ഡിസിഷൻ ടു ട്രാൻസ്ഫർ ദ പേഷ്യന്റ് ഈസ് ഡിസൈഡഡ് ബൈ a senior consultant level doctor by way of a discussion with the patient's relatives about the benefits and the risks involved. അതായത് ഈ പേഷ്യന്റിനെ നമ്മൾ ഇങ്ങനെ വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ഇംപ്രൂവ്മെന്റ്സ് അല്ലെ, എന്തെങ്കിലും ബെനിഫിറ്റ്സ് കൂടുതൽ ഗുണങ്ങൾ ഉണ്ടാവും, ഈ പേഷ്യന്റിനെ ഇത്രയും കൂടി മെച്ചപ്പെടും, അല്ലെങ്കിൽ ഇത്തരം റിസ്കുകളൊക്കെ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉണ്ടാവും. പക്ഷെ അത് മിക്കവാറും നമ്മൾ എന്താ പറയാ പേഷ്യന്റിന് ബെനിഫിറ്റ് കൂടുതൽ ഗുണം ചെയ്യും എന്നുള്ള കാര്യങ്ങള് ഫിസിഷ്യന് കറക്റ്റ് ആയിട്ട് ഇദ്ദേഹത്തിനെ പരിശോധിക്കുന്ന സീനിയർ കൺസൾട്ടന്റ് എന്താ പറയുക ഡിസ്കഷൻ ചെയ്യുകയാണ്. നെക്സ്റ്റിൽ പറയുന്നു എ written and informed consent of a patient's relatives along with the reason to transfer is compulsory before the transfer. അപ്പൊ ഫസ്റ്റില് നമ്മൾക്കറിയാം പേഷ്യന്റിന്റെ റിലേറ്റീവും അപ്പോ അപ്പോഴുള്ള ജൂനിയർ ഡോക്ടറായിട്ട് ഡിസ്കഷൻ എടുക്കുകയാണ്. നെക്സ്റ്റ് സീനിയർ ഡോക്ടറും കൂടി വന്ന് നമ്മളോട് കാര്യം കൃത്യമായിട്ട് ഇൻഫോം ചെയ്യും. തേർഡ്ലി എന്താണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ റിലേറ്റീവ്സിൽ നിന്നും അവരെന്താണ് ഒരു കൺസെന്റ് പോകും, അവരിൽ നിന്ന് സമ്മതപത്രം മേടിക്കും. ഇങ്ങനെ ഞങ്ങൾ ഈ വ്യക്തിയെ അല്ലെ ഈ പേഷ്യന്റിനെ മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇന്ന വാർഡിലേക്ക് മാറ്റുകയാണ് എന്നുള്ള ഒരു കൺസെന്റ് ഫോം അവർ റിട്ടേൺ ആയിട്ട് എന്താ പറയുക ഫോർമൽ രീതിയിൽ മേടിക്കും അല്ലെ. അപ്പൊ അതാണ് പറയുന്നത് ഈ റിട്ടേൺ ആൻഡ് ഇൻഫോംഡ് കൺസെന്റ് ഓഫ് പേഷ്യൻസ് റിലേറ്റീവ്സ് അലോങ് വിത്ത് ദ റീസൺ ടു ട്രാൻസ്ഫർ ഇസ് കമ്പൽസറി ബിഫോർ ദ ട്രാൻസ്ഫർ. ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപായിട്ട് കമ്പൽസറി ആയിട്ട് ഒരു റിട്ടേൺ കൺസെന്റ് ഫോം അവര് എഴുതി മേടിക്കും. നെക്സ്റ്റിൽ പറയുന്നു എ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ ഷിഫ്റ്റിംഗ് and the receiving facility should be by sharing of a complete information on the patient's clinical condition, treatment being given, reasons for transfer, methods of a transfer, and timeline of a transfer in a written document. നമുക്കറിയാം പൊതുവെ ഈ ഇതിൽ നിന്ന് അല്ലെ ഈ വ്യക്തിയെ മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നിലവിൽ പരിചരിച്ച എല്ലാ കാര്യങ്ങളുടെയും ഡീറ്റെയിൽസ് അവർ എന്തായാലും ചാർട്ടിനോടൊപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അല്ലെ വെക്കും. അതപ്പോ എന്താ പറയുക ഇപ്പോഴത്തെ നിലവിലുള്ള പരിശീലനവുമായി ബന്ധപ്പെട്ടുള്ള ക്ലിനിക്കൽ കണ്ടീഷൻ, ട്രീറ്റ്മെന്റ് ബീയിങ് ഗിവൺ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്, റീസൺ ഫോർ ട്രാൻസ്ഫർ എന്തുകൊണ്ടാണ് ഈ വ്യക്തിയെ ഈ പരിചരിക്കുന്ന സ്ഥലത്ത് നിന്നും ഷിഫ്റ്റ് ചെയ്യുന്നത്, മെത്തേഡ് ഓഫ് ട്രാൻസ്ഫർ അതിന്റെ ടൈം ലൈൻ ഓഫ് ഏത് രീതിയിലൂടെയാണ് ഈ വ്യക്തിയെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ആ ടൈം ഏത് സമയത്താണ് ഈ വ്യക്തി പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, റിട്ടേൺ ആയിട്ട് ഇത്തരം കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിരിക്കണം. അപ്പൊ ട്രാൻസ്ഫർ എന്ന ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരു ടൈം ഗ്യാപ്പിൽ ഉണ്ടാവുന്ന ഫസ്റ്റ് സ്റ്റെപ്പുകളാണ് ഫസ്റ്റ് നമ്മൾ പറയുന്ന കീ എലിമെന്റ് ആയിട്ട് പറയുന്നത് ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അതുപോലെ പൊതുവെ കമ്മ്യൂണിക്കേഷൻ വഴി അല്ലെ ആശയവിനിമയത്തോടും കൂടിയിട്ടാണ് അത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന ഇടയിൽ ഇത്തരം പോയിന്റ്സ് പറയുന്നത്. ഓക്കെ ആണോ? ഈ പോയിന്റ്സ് കിട്ടിയോ നിങ്ങൾക്ക്? സാധാരണ നമ്മള് എന്താ പറയുക നമ്മൾ മിക്കവാറും കണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഹോസ്പിറ്റലില് നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും ആ ഒരു
ടൈം ലൈനിലേക്ക് നമ്മൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. കാരണം ആ ഒരു രീതിയിലേക്ക് അങ്ങനെ ചെന്ന് കയറിയാൽ ഇതിങ്ങനെ തന്നെ സംഭവങ്ങൾ നടക്കാറുണ്ട് എന്നുള്ള മൈൻഡിലൂടെ പെട്ടെന്ന് പിടിച്ച് പോകാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാ ഈ പോയിന്റ്സ് ഓക്കെ ആണോ? ക്ലിയർ ആയോ? ആരും പറയുന്നില്ല. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തില്ലേ? ഈ ക്ലാസ്സിലേക്ക് വന്നില്ലേ? ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റിന്റെ ക്ലാസ്സിലേക്ക് വന്നില്ലേ? വോളറബിലിറ്റി മീനിങ് തന്നെയാ നേരത്തെ ഞാൻ പറഞ്ഞു. അത് ദുർബലത എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ആ പേഷ്യന്റ് ദുർബലാവസ്ഥയിലേക്ക് വരും. അതായത് നിലവിലുള്ള സ്റ്റേജിൽ നമ്മൾ ചികിത്സ തുടർന്ന് കഴിഞ്ഞാൽ പേഷ്യന്റ് താഴേക്ക് ഡൗൺ ആയിട്ട് പോകും എന്നുള്ള ആ ഒരു മീനിങ്ങിലാണ്. ക്ലിയർ ആയോ? ലാസ്റ്റ് പോയിന്റ്, ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ ഷിഫ്റ്റിംഗ് ആൻഡ് റിസീവിംഗ് ഫെസിലിറ്റി ഷുഡ് ബി ബൈ ഷെയറിംഗ് ഓഫ് കംപ്ലീറ്റ് ഇൻഫോർമേഷൻ. അതായത് അവര് തമ്മിലുള്ള ആശയവിനിമയത്തിന്റെ പേഷ്യന്റിന്റെ റിലേറ്റീവ്സോ പേഷ്യന്റും ഹോസ്പിറ്റലില് ആരാണോ അപ്പോ ചാർജ് എടുത്തിരിക്കുന്ന നഴ്സുമാരല്ലേ, അവര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന്റെ അടിസ്ഥാനത്തിൽ എന്താ ഷെയറിംഗ് കംപ്ലീറ്റ് ഇൻഫോർമേഷൻസ്. അതായത് സാധാരണയായിട്ട് നിലവിൽ ചെയ്യുന്ന മതത്തിലുള്ള എല്ലാ ഇൻഫോർമേഷൻസും ഉണ്ടാകും. അതായത് പേഷ്യന്റ് ക്ലിനിക്കൽ കണ്ടീഷൻ, ഇപ്പോഴത്തെ ചികിത്സാ രീതികള്, ട്രീറ്റ്മെന്റ് ബീയിങ് ഗിവൺ, എന്തൊക്കെയാണ് ഇപ്പോൾ മെഡിസിൻ ഒക്കെ കൊടുത്തിരിക്കുന്നത്, എന്തൊക്കെ ചികിത്സയാണ് നടത്തിയത്, അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ മെഡിസിൻസ് ഒക്കെ കൊടുത്തു, റീസൺസ് ഫോർ ട്രാൻസ്ഫർ, എന്തുകൊണ്ടാണ് ഈ വ്യക്തിയെ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നത്, മെത്തേഡ് ഓഫ് ട്രാൻസ്ഫർ, ഏത് രീതിയിലൂടെയാണ് ഈ വ്യക്തിയെ ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആൻഡ് ടൈം ലൈൻ ഓഫ് ട്രാൻസ്ഫർ, എത്ര സമയത്താണ് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ റിട്ടേൺ ഡോക്യുമെന്റ്, അതൊരു റിട്ടേൺ ഡോക്യുമെന്റിൽ എന്താണ് നഴ്സുമാര് ആ ചാർട്ടിനൊപ്പം വെക്കാൻ തന്നെ അവിടെ ആ ഒരു സ്റ്റേജിലുള്ള പേഷ്യന്റിനെ പരിചരിക്കുന്നതിന് ചുമതലയുള്ള വ്യക്തി റിട്ടേൺ ഡോക്യുമെന്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത് ലാസ്റ്റ് പോയിന്റില് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് 4 പോയിന്റ് കിട്ടി അല്ലെ? നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, നമുക്ക് വായിച്ചാലും മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. നെക്സ്റ്റ് പ്രീ ട്രാൻസ്ഫർ, ഒരു കീ എലമെന്റ്സ് ആണ് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ സ്റ്റെപ്പ് ആയിട്ട് ആദ്യം തന്നെ ഡിസിഷൻ എടുക്കുകയാണ് ഈ വ്യക്തിയെ ട്രാൻസ്ഫർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്. ഇനി നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ നോക്കാം. എന്താന്ന്, എ പ്രോപ്പർ ആൻഡ് ക്ലിയർ പ്രിപ്പറേഷൻ ആൻഡ് ഇക്വിലിബ്രിയം ഓഫ് a patient should be done prior to transfer to prevent any accidental events or deterioration worsening of the patient's clinical condition. പെട്ടെന്ന് പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയില്ല അല്ലെ? എന്ന് വെച്ചാൽ കുറച്ച് മീനിങ് മനസ്സിലാക്കിയാൽ പെട്ടെന്ന് കിട്ടും. അതായത് ഒരു വ്യക്തിയെ ഇപ്പോ പേഷ്യന്റിനെ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഷിഫ്റ്റ് ചെയ്യുന്ന ടൈമില് ഈ വ്യക്തിക്ക് നിലവിലുള്ള ഒരു രോഗാവസ്ഥയുണ്ടല്ലോ, അതൊരു ബാലൻസിൽ നിർത്തണം. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ആ സന്തുലനാവസ്ഥയിൽ നിർത്തുക. കൃത്യമായ ഒരു ബാലൻസ് ചെയ്തുകൊണ്ട് വേണം അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ രോഗമൊക്കെ വർദ്ധിക്കും അല്ലെ? അതാണ് ആ ഒരു ഇക്വിലിബ്രിയം സ്റ്റേജിലേക്ക്, ഒരു സന്തുലിതാവസ്ഥയിലേക്ക് ആക്കണം പേഷ്യന്റിനെ. ആ ഒരു രീതിയിലേക്ക്, ആ ലെവലിലേക്ക് വ്യക്തിയെ കൊണ്ടുവരണം ട്രാൻസ്ഫർ. അതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകളൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് അല്ലെ, എന്തെങ്കിലുമൊക്കെ പെട്ടെന്നുള്ള ആ ഒരു ഇമോഷണൽ ആയിട്ട് എന്തെങ്കിലും പെട്ടെന്നുള്ള സാധ്യതകൾ, അതാണ് ഹെസിറ്റേറ്റ് എന്ന മീനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് എന്തെങ്കിലും സംഭവിക്കാം. ഹെസിറ്റേറ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഉണ്ടാകുന്ന സംഭവങ്ങൾ, അതാണ് ഹെസിറ്റേറ്റ് ഈവൻസ്. പിന്നെ ഡിറ്റോറിയേഷൻ എന്ന് പറയുന്നത് എന്താണ്, അതായത് എന്തെങ്കിലും രോഗത്തിന്റെ താഴ്ന്ന ലെവലിലേക്ക് പോവുക. രണ്ട് മീനിങ് അത് തന്നെയാണ്. ഡിറ്റോറിയേഷൻ വേഴ്സണിംഗ് എന്ന് പറയുന്നത് അധംപതിക്കുക അല്ലെങ്കിൽ വഷളാകുക എന്നുള്ള മീനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. മീനിങ്ങുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് സന്തുലിതാവസ്ഥ, രോഗിയുടെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ആക്കിയിട്ട് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലെ? ഒരു രോഗം മൂർജിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള എക്യുപ്മെന്റ്സും മെഡിസിൻസും കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അത് ആ വ്യക്തിയെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. ചിലപ്പോൾ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ മെഷീൻസും അല്ലെങ്കിൽ ഓക്സിജൻ സിലിണ്ടർ ഒക്കെ യൂസ് ചെയ്തിട്ടൊക്കെ കൊണ്ടുപോകണൊക്കെ ഉണ്ടെങ്കിലേ, അപ്പൊ ആ ഒരു അവസ്ഥയെ രോഗിയെ സ്റ്റേബിൾ ആക്കി നിർത്തുക എന്നുള്ള ഒരു രീതിയാണ് ഈ പറയുന്ന പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിലെന്താ സംഭവിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിവെന്റ് എന്തെങ്കിലും മുൻകരുതലുകൾ എടുക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഈവൻസിൽ നിന്നെല്ലാം ഈ വ്യക്തിയെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും മുൻകരുതലുകളൊക്കെ എടുക്കേണ്ടതായിട്ട് വരും.
അതാണ് ഡിറ്റോറിയേഷൻ പേഴ്സണി എന്നൊക്കെ പറയുന്നത്. രോഗി വഷളാവാതിരിക്കുക, അല്ലെങ്കിൽ അധപ്പതിച്ചിട്ട് രോഗി താഴേക്ക് പെട്ടെന്ന് രോഗം മൂർജിച്ച് ഡൗൺ ആയി പോവാതിരിക്കുക എന്നുള്ള മീനിങ് ഒക്കെയാണ്. പേഷ്യൻസ് ക്ലിനിക്ക് അപ്പോഴത്തെ ഉള്ള ചികിത്സാ രീതി വെച്ചിട്ട് പെട്ടെന്ന് ഡൗൺ ആയി പോവാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കണം എന്നാണ് ആ സെന്റൻസിൽ ഉദ്ദേശിക്കുന്നത്. The patient should be properly reviewed and balanced with the maximum event possible without wasting undue time. ഒരിക്കലും സമയം അല്ലെ രോഗിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഹോസ്പിറ്റലിൽ കറക്റ്റ് ആയിട്ട് എത്തിക്കുകയും കറക്റ്റ് ആയിട്ടുള്ള മെഡിസിൻസ് കൊടുക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ രോഗി രക്ഷപ്പെടുള്ളൂ അല്ലെ. അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജുള്ള പേഷ്യൻസിനൊക്കെ അതൊക്കെ വളരെ ഭയങ്കര കെയർഫുൾ ആയിട്ട് കൈകാര്യം ചെയ്യേണ്ടതാണ്. അതാണ് പറയുന്നത് ഒരിക്കലും സമയമൊന്നും വേസ്റ്റ് ചെയ്യാതെ പ്രോപ്പർലി എന്താണ് പ്രോപ്പർലി വ്യക്തിയെ പുനരുജ്ജീവിപ്പിക്കുക എന്നാണ് റിവ്യൂഡ് എന്ന് പറയുന്നത്. വ്യക്തിക്ക് ഒരിക്കലും ഡൗൺ ആയി പോകരുത്. ആ വ്യക്തിയെ കൃത്യസമയത്തിന് തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബാലൻസ് ചെയ്ത് വെക്കേണ്ട എന്തെങ്കിലും എക്യുപ്മെന്റ്സോ എന്തെങ്കിലും കാര്യങ്ങളോ മെഡിസിൻസ് ഒക്കെ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് പ്രോപ്പർലി അവർക്ക് കൊടുത്തിരിക്കണം. അതാണ് പറയുന്നത് the patient should be properly reviewed and the balanced to the maximum extent possible without wasting undue time. ഒരിക്കലും സമയം വേസ്റ്റ് ചെയ്യാതെ പ്രോപ്പർലി ഈ വ്യക്തിയെ നമ്മൾ പുനരുജ്ജീവിപ്പിക്കാനായിട്ടുള്ള എന്തെങ്കിലും മെഡിസിൻസോ എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഒക്കെ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത് കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ദ കോഴ്സ് ഓഫ് ദ പ്രിപ്പറേഷൻ. Patients A, B, C and D, that is airway, breathing, circulation and disability should be examined and any connected provable problems should be rectified. In this context, the use of a pre-transfer checklist report. ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വലിയ വലിയ കാര്യങ്ങളൊന്നും വിചാരിക്കേണ്ട. താഴേക്കാണ് അതിന്റെ കാര്യങ്ങൾ പറയുന്നത്. കണ്ട, എയർവേ എന്നൊക്കെ പറയുന്നത് ഇത് ബ്രീത്തിങ്, സർക്കുലേഷൻ, ഡിസബിലിറ്റി, ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ പാരഗ്രാഫ് ഫുള്ളായിട്ട് മനസ്സിലാക്കും. അതായത് നമുക്ക് ഇത്രയും മനസ്സിലാക്കി വെക്കാം. അതാ ലാസ്റ്റ് സെന്റൻസിൽ പറയുന്നത് ഇൻ ദ കോഴ്സ് ഓഫ് പ്രിപ്പറേഷൻ പേഷ്യൻസിന് എന്തായിരിക്കുന്നു എ, ബി, സി ആൻഡ് ഡി. അതായത് എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ, ഡിസബിലിറ്റി എന്നുള്ള ആ ഒരു ഇതിന്റെ ഷോർട്ട് ഫോമുകളാണ് ഈ എ, ബി, സി, ഡി എന്ന് പറയുന്നത്. That is airway, breathing, circulation and disability should be examined. രോഗിയുടെ ആ രോഗാവസ്ഥയെ വേർതിരിച്ച് കാണിക്കുന്നതാണ്. ചിലർക്ക് എന്താ പറയുക ശ്വാസകോശവുമായി ബന്ധപ്പെട്ട മെഡിസിൻസും എക്യുപ്മെന്റ്സ് ആയിരിക്കും കെയർ ചെയ്യേണ്ടത്. ചിലപ്പോൾ ഹെർട്ടുമായി ബന്ധപ്പെട്ട മെഡിസിൻസും എക്യുപ്മെന്റ്സ് ആയിരിക്കും കെയർ ചെയ്യേണ്ടത്. ചിലർക്ക് ന്യൂറോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. ചിലരെ സംബന്ധിച്ച് വേറെ എന്തെങ്കിലും ഇഞ്ചുറീസ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും പ്രശ്നങ്ങൾ. അപ്പോ എന്താണോ ആ പേഷ്യന്റിന് നിലവിലുള്ള സ്റ്റേജ് അതുമായി ബന്ധപ്പെട്ട ആ സ്റ്റേബിൾ നിലനിർത്താൻ ആ വ്യക്തിയുടെ ഇക്വിലിബ്രിയം സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ സന്തുലിതാവസ്ഥ സ്റ്റെബിലിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് ആവശ്യമായ മെഡിസിൻസും എക്യുപ്മെന്റ്സ് ഒക്കെ കൊണ്ട് വേണം എന്ത് വ്യക്തിയെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളത് മനസ്സിലാക്കുക. പാരഗ്രാഫ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ആദ്യത്തെ ഈ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി മനസ്സിലാക്കി ക്ലിയർ ആയിട്ട് മനസ്സിലാകും. അതായത് ഇവിടെ വരെ നമ്മൾ പറഞ്ഞു നിർത്തി. ഇനി അതില് എയർവേ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതില് കുഴപ്പമില്ലല്ലോ. ഈ പാരഗ്രാഫ് മനസ്സിലായില്ലേ? താഴേക്ക് കണ്ടിന്യൂ ചെയ്യാലോ. ഓക്കെ, നമുക്ക് നോക്കാം. എയർവേ എന്താണ്? ഫസ്റ്റ് വേണ്ട എയർവേ എന്ന് പറയുന്നത് എന്താണ്? The patients with the possibility of airway compromise in the course of a transfer should be electively intubated with the endotracheal tube with a cut fob which should be fixed properly after verifying its exact position. അതായത് ഇതിന്റെ എൻഡോട്രാക്കൽ ട്യൂബ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രോഗിക്ക് ഇപ്പൊ നമുക്ക് അറിയാം കുറച്ച് നമ്മൾ എപ്പോഴും ശ്വാസം എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. നമ്മൾ എടുക്കുന്ന ഈ ശ്വാസത്തിന്റെ അളവ് ഈ അളവില് ഓക്സിജനും എടുക്കുന്നത് പുറത്തേക്ക് നമ്മൾ നിശ്വാസമായിട്ട് ഓക്സിജന്റെ കാർബൺ ഡയോക്സൈഡിന്റെ അളവില്ല. അപ്പൊ എടുക്കുന്ന ഈ ഓക്സിജന്റെ അളവ് കുറയുകയും കാർബൺ ഡയോക്സൈഡ് അങ്ങനെ അതിന്റെ ആ ഒരു കൗണ്ടിങ് ആ ഒരു എന്താ പറയുക ആ ഒരു എടുക്കേണ്ട അത്രയും തന്നെ ഓക്സിജനെ വലിച്ചെടുത്തിട്ടാണ് കാർബൺ ഡയോക്സൈഡിനെ എത്രയും പുറത്തേക്ക് തള്ളാവും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ട്യൂബ് അതിന്റെ ആ ഒരു മാക്സിമം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ട്യൂബാണ് എന്താ എൻഡോട്രാക്കൽ ട്യൂബ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഘടിപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചുമയൊക്കെ വരാനായിട്ട് സാധ്യതയാണ്. അപ്പൊ ഇത് കൃത്യമായ പ്ലേസിൽ വിച്ച് ഷുഡ് ബി ഫിക്സ്ഡ് പ്രോപ്പർലി ആഫ്റ്റർ വെരിഫൈങ് ഇറ്റ്സ് എക്സാക്ട് പ്ലേസ്. അത് കൃത്യമായ പ്ലേസിലായിരിക്കണം കൊടുത്തിരിക്കേണ്ടത്. അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് എന്താ പറയുക ശ്വാസം
കറക്റ്റ് ആയിട്ട് നമുക്കറിയാം കൂടെയാണ് ഇത് ഇടുന്നത്. അപ്പൊ ആ ഇത് ഇടുമ്പോൾ കറക്റ്റ് പൊസിഷൻ അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇവര് കഫും സംശുകൊണ്ടിരിക്കും. അപ്പൊ അത് കൃത്യമായി തന്നെ യൂസ് ചെയ്തിട്ട് വേണം ഷിഫ്റ്റ് ചെയ്യേണ്ടത്. ഈ വ്യക്തികൾ ആരായിരിക്കും? ഇവർക്ക് ശ്വാസവുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഉള്ള വ്യക്തികളായിരിക്കും. അപ്പൊ അവരെ ശ്വാസം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. പക്ഷെ ഇത് കറക്റ്റ് പ്ലേസിലായിരിക്കണം ഇട്ടിരിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. Then next, some patients need properly placed nasogastric tube in the order to prevent the aspiration of a gastric contents during transfer. നമുക്കറിയാം ഇപ്പൊ ഇത് നാസോഗാസ്ട്രിക് ട്യൂബ് എന്നൊക്കെ പറയുന്നത് വേറൊരു പേര് പറയാം ഫീഡിങ് ട്യൂബ്, റൈസ് ട്യൂബ് എന്നൊക്കെ പറയാം അല്ലെ. ഫുഡ് അതേപോലെ തന്നെ മെഡിസിൻസും ചില വ്യക്തികൾക്ക് വായുവിലൂടെ സ്വതന്ത്രമായിട്ട് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അത് ചിലപ്പോ ക്രിട്ടിക്കൽ സ്റ്റേജ് വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരിക. ചിലപ്പോ ഈ മെഡിസിൻസ് ഒക്കെ ചെയ്യുന്ന ആളെ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ ഇതെല്ലാം മാറ്റിയെടുക്കാം. എപ്പോഴും ഇങ്ങനത്തെ ട്യൂബ് ഒന്നും യൂസ് ചെയ്യണമെന്നില്ല. അപ്പൊ ആ ടൈം കറക്റ്റ് ടൈമിൽ ഇതെല്ലാം കൊടുത്തിട്ടാണ് ഈ വ്യക്തിയെ എന്താ ഷിഫ്റ്റ് ചെയ്ത് നല്ല ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്ത് ഈ വ്യക്തിയെ ഇമ്പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ ആ കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം കൃത്യതയോട് ഡോക്ടേഴ്സിന്റെ ഇതോടുകൂടി നിർദ്ദേശിക്കുന്ന അനുസരിച്ച് ചെയ്യണം. ചിലവർക്ക് എന്താ പറയുക എൻഡോക്രാറ്റിക് ട്യൂബ് ആയിരിക്കും, ചിലവർക്ക് എന്തായിരിക്കും നാസോഗാസ്ട്രിക് ട്യൂബ് ആയിരിക്കും. ഇത് എന്തിനു വേണ്ടിയിട്ടാ? ശരിക്കും ഭക്ഷണം അല്ലെ, ഫുഡും അതേമാതിരി തന്നെ മെഡിസിൻസ് ഒക്കെ കൃത്യമായിട്ട് ഉള്ളിൽ ചെല്ലാനല്ലേ. അപ്പൊ ടൈം ടു ചിലപ്പോൾ ഷിഫ്റ്റ് ചെയ്യുന്ന ടൈമില് കൃത്യമായിട്ട് അതിന്റെ ഇടയിൽ കൂടെ ചിലപ്പോൾ മെഡിസിൻ കൊടുക്കേണ്ടതുണ്ടാവും. അതൊക്കെ കൊടുക്കണമെങ്കിലും ഈ സംഭവം ആവശ്യമാണ്. അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള പ്ലേസിൽ തന്നെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. സർവിക്കൽ സ്പൈൻ സ്റ്റെബിലൈസേഷൻ മേ ബി നീഡഡ് ഇൻ സം ട്രോമ പേഷ്യൻസ്. ചിലർക്കൊക്കെ നാട്ടില് അല്ലെ നമ്മുടെ കഴുത്തും നാട്ടിലുമായി ബന്ധിപ്പിക്കുന്ന സ്റ്റേബിൾ അവരുടെ ആ ഒരു ഒരിക്കലും ചലനമൊന്നും അങ്ങോട്ട് പൊസിഷൻ മാറാൻ പാടില്ല. അപ്പൊ അത്തരത്തിലുള്ള എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ അതെല്ലാം കൃത്യതയോടുകൂടി ഉപയോഗിക്കണം എന്നുള്ളതാണ് ഇത് പറയുന്നത്. എയർവേ എന്ന് പറയുന്നത് ഒരു നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോ എന്താ പറയണ വായു സഞ്ചാരം എന്നാണ് ഇതിന്റെ ഒരു മീനിങ്. ശരിക്കും നമ്മൾ എന്താ പറയുന്ന എന്താ പറയാ വിമാനം അല്ലെ, ഫ്ലൈറ്റ് അങ്ങനെയുള്ള ആ ഒരു മൈൻഡിലേക്ക് എടുക്കരുത്. നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവർക്കൊരു കൃത്യമായ ഫുഡും അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണോ ആ പൊസിഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യതയോട് കൂടിയിട്ട് ഉപയോഗിച്ചിട്ട് വേണം ഈ വ്യക്തിയെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള മൈൻഡിലൂടെ ഇത് എടുക്കുക. ഓക്കെ, ഓരോ പേഷ്യൻസിനും വ്യത്യസ്ത കാര്യങ്ങളായിരിക്കും ആവശ്യം വരിക. നമുക്ക് തന്നെ അറിയാതെ ഓരോ വ്യക്തിയുടെ ആവശ്യകത അനുസരിച്ചിട്ടാണ് ഈ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതെല്ലാം കൃത്യതയോട് കൂടിയിട്ടാണ് ഉപയോഗിക്കണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റില് പറയുന്നു ബ്രീത്തിങ്. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ബ്രീത്തിങ്ങുമായി ബന്ധപ്പെട്ടത്. വെന്റിലേഷൻ ഷുഡ് ബി sufficiently regulated with the optimization of the arterial blood gas value in the suspected pneumothorax chest drain should be installed before transfer, especially before air transfer. നിങ്ങൾ ഈ വേർഡ്സ് ഒക്കെ ഇച്ചിരി ക്ലിയർ ഭയങ്കര എന്താ പറയുക എപ്പോഴും യൂസ് ചെയ്യുന്ന വേർഡ്സ് ഒന്നല്ല, ഞാൻ തന്നെ ഇച്ചിരി കൂടി പിടിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ യൂസ് ചെയ്യാൻ നോക്കാം. പക്ഷെ നമുക്കിതില് ഈ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റ്സുകളൊക്കെ നോട്ട് ചെയ്യണം. ഇന്ന സ്റ്റെപ്പുകളെല്ലാം കൃത്യമായിട്ട് പാലിച്ചിട്ട് വേണം അല്ലെ. നമുക്ക് മോക്ക് ടെസ്റ്റ് ആണ് പൊതുവെ വന്നത്, പക്ഷെ ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. എന്താണ് എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ, ഡിസബിലിറ്റി ഓഫ് ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് എന്നൊക്കെ ഉള്ളത് നോക്കാം. പിന്നെ അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് നോക്കാം. ഇവിടെ പറയുന്ന ഇതെന്ന് പറയുന്നത് ഇവിടെ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ആ ഒരു കൃത്യത, സന്തുലിതാവസ്ഥ അത് തന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. അത് എന്താ പറയുന്നത് കൃത്യമായി തന്നെ ഇവർക്ക് ബാലൻസ് ചെയ്ത് നിൽക്കേണ്ടതായിട്ട് വരും. ഇതിന്റെ ആ ഒരു ചെസ്റ്റുമായി ബന്ധപ്പെട്ടൊക്കെ ആണെങ്കിൽ നമ്മളെ ഹൃദയത്തിലേക്ക് എന്തെങ്കിലും ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതിന്റെ ആ ഒരു നല്ല വശം വെച്ചിട്ടാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഏതാണ് ഈ വ്യക്തിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ടോട്ടൽ ബ്ലഡ് ഗ്യാസ് വാല്യൂവിന് ഒരു ഷോർട്ട് ഫോം ആണ് ABG എന്നുള്ള വാല്യൂ. അതൊരു മെഷീനാണ്. അത് വെച്ചിട്ടാണ് ഇതിന്റെ എത്രത്തോളം കൗണ്ട് അല്ലെ, എത്രത്തോളം ബ്ലഡ് പാസ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിന്റെ സസ്പെക്ടഡ് പെനിട്രസ് ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു
ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ശ്വാസകോശത്തോടൊപ്പം തന്നെ എന്തെങ്കിലും പെട്ടെന്ന് ഓക്സിജന്റെ അളവും കാർബൺ ഡയോക്സൈഡിന്റെ അളവും ഒക്കെ തന്നെയാണ് ഇവിടെയും ക്രിയേറ്റ് ചെയ്യുക. അതായത് ബ്ലഡിലൂടെയാണ് ഇത് പാസ് ചെയ്യുന്നത്. അപ്പൊ ബ്ലഡ് കൃത്യമായി തന്നെ പോകുന്നില്ല എങ്കിൽ പ്രശ്നം സംഭവിക്കും. അപ്പൊ അതിന്റെ ആ പോക്ക്, അതിന്റെ ആ ഒഴുക്ക് എന്ന് പറയുന്നത് കൃത്യമായിട്ട് തന്നെയാണ് പോകുന്നത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായി തന്നെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നാണ് പറയുന്നത്. എന്തിന്? ട്രാൻസ്ഫറിനും എസ്പെഷ്യലി ബിഫോർ എയർ ട്രാൻസ്പോർട്ട്. ഇതില് കൃത്യമായിട്ടുള്ള എയർ ട്രാൻസ്പോർട്ട് പറയുന്നുണ്ട്. അതായത് വിമാനമാർഗമൊക്കെ ഉപയോഗിച്ചിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പെട്ടെന്ന് ഒന്ന് പോകുമ്പോൾ അതനുസരിച്ച് ആ എയർ സർക്കുലേഷൻ അല്ലെ, അപ്പൊ അത് വരുമ്പോൾ കൃത്യമതയോട് കൂടിയിട്ട് വേണം ഈ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യാനായിട്ട്. അത് കൃത്യമായി തന്നെ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ, ഇതില് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തത്തിന്റെ കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ഓക്സിജന്റെയും അളവിനെ ക്രമീകരിക്കുന്നതാണ് APG വാല്യൂ എന്ന് പറയുന്ന ഒരു എന്ന് പറയുന്ന സിസ്റ്റം എന്ന് പറയുന്നത്. ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് നല്ല വശം, അതിന്റെ ആ ഒരു നല്ലതയോട് കൂടിയിട്ടാണ് ഈ ബ്ലഡ് ഗ്യാസ് വാല്യൂ നിർണ്ണയിക്കുന്നുണ്ട് എന്നുള്ളത്. അത് നോക്കിയിട്ടാണ്, ആ ഒരു സർക്കുലേഷൻ നോക്കിയിട്ടാണ് ഇവരിതെല്ലാം കൈകാര്യം ചെയ്യേണ്ടത്. ഓക്കെ, ഇനി എന്തെങ്കിലും ഇതില് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് ചോദിച്ചു പൊക്കോളൂട്ടാ. കാരണം അത് പുതിയ പുതിയ കുറെ പദങ്ങളാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഏതൊരു വ്യക്തിക്കും ചില വ്യക്തികൾക്ക് ചില എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതെല്ലാം കൃത്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മളൊന്നും അതൊന്നും എന്തായാലും യൂസ് ചെയ്യാൻ പോണില്ല അല്ലെ. നമ്മളുടെ ഇതെന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ കോഴ്സിൽ നമ്മളിതൊന്നും അല്ല യൂസ് ചെയ്യുന്നത്. നമ്മളിത് എന്താണ് അറിഞ്ഞിരിക്കേണ്ട വ്യക്തികളാണ്. ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണോ ഇവര് പാസ് ചെയ്ത്, ചിലപ്പോ എന്തെങ്കിലും എന്താ പറയുക ഫോമുകളൊക്കെ ഫില്ല് ചെയ്യുമ്പോൾ ഇത് ഇന്ന പേഴ്സൺ ആയിരുന്നു, ഇന്ന വ്യക്തിക്ക് ഇന്ന രോഗമായിരുന്നു, ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന എക്യുപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് വിട്ടേക്കുന്നത്. അങ്ങനെയൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും നോട്ട് ചെയ്യാനായിരിക്കും നമ്മളുടെ ആവശ്യം. ഇത് ഫിറ്റ് ചെയ്യാനും ഇതൊന്നും എന്താ പറയുന്നത് നമ്മൾക്ക് പഠിക്കുന്ന നമുക്ക് ഇതൊന്നും ആവശ്യകതയില്ല. പക്ഷെ ഇതൊക്കെയാണ് എക്യുപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ണോ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ? നെക്സ്റ്റ് പാസനിക് മീൻസ് വഷളാകുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. രോഗി വഷളായിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. ഓക്കെ, അപ്പോ ഇതിനടുത്തതെന്ന് പറയുന്നത് എന്താണ്? സർക്കുലേഷൻ. അടുത്തത് സർക്കുലേഷൻ ആണ്. അതായത് പേഷ്യന്റ് ഷുഡ് ഹാവ് എ ലീസ്റ്റ് 2 wide bore intravenous working canals in place before shifting. അതായത് ചില രോഗികൾക്കൊക്കെ നമുക്കറിയാം ഞരമ്പിലൂടെയാണ് അവര് എന്താ പറയുക മെഡിസിൻസ് ഒക്കെ ഇൻജെക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ കനാൽസ് ഒക്കെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് എത്ര എണ്ണം വേണമെന്ന് പറയുന്നത് ഈ ഷിഫ്റ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് 2 wide bore intravenous working canals, ഞരമ്പുകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കനാൽസ് ഒക്കെ ഘടിപ്പിക്കുന്നുണ്ടായിരുന്നു. നമുക്കറിയാമോ അല്ലേ, മിക്കവാറും കുട്ടികളൊക്കെ അല്ലെങ്കിൽ എല്ലാവർക്കും തന്നെ മിക്കവാറും എല്ലാവർക്കും കൊടുക്കുന്ന ഒരു ഇതാണ് എന്താ പറയുന്നത് ഇൻട്രാവിനസ് വർക്കിംഗ് കനാൽസ്. അത് 2 എണ്ണമെങ്കിലും ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കണമെന്ന് പറയാൻ മേടിക്കുന്നുണ്ട്. എക്സ്റ്റേണൽ ഹെമറേജ് എന്ന് പറയുമ്പോൾ രക്തസ്രാവം, പുറത്ത് എന്തെങ്കിലും രക്തം നമ്മൾക്ക് അറിയാം ഞരമ്പുകളിലൂടെ തന്നെ പുറത്തേക്ക് ലീക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലെ. ചിലപ്പോഴൊക്കെ കൃത്യമായിട്ടല്ല അത് ഇത് പോകുന്നെങ്കിൽ പുറത്തേക്ക് അത് രക്തം പമ്പ് ചെയ്യും. അതാണ് എക്സ്ട്രാ ഹെമറേജ് എന്ന് പറയുന്നത്. If any should be regulated, controlled, and അതങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം കൺട്രോൾ ചെയ്യണം. And any shock should be treated with intravenous fluid and or bus. അതായത് ഞരമ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഷോക്ക് അതൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. The availability of cross-matched blood may be needed in the course of transport. അതായത് നമ്മളിപ്പോ കൊടുക്കണതിന്റെ ഉള്ളിൽ കൂടെ കറക്റ്റ് ആയിട്ട് ഇന്ന സമയത്ത് ബ്ലഡ് പമ്പ് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ മെഡിസിൻ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ പ്രതികരിക്കും. അങ്ങനെ വരുമ്പോ അടുത്ത ഒരു കരാറിലൂടെ ഇതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അവർ 2 എണ്ണമെങ്കിലും അത് കണ്ടുപിടിച്ച് വെച്ചിരിക്കണം എന്ന് പറയുന്നത്. ഞാൻ നെക്സ്റ്റിൽ വീണ്ടും പറയുന്നുണ്ട് ക്രോസ് മാച്ച്ഡ് ബ്ലഡ്. ഇൻ കേസ് പെട്ടെന്ന് തന്നെ ബ്ലഡ് ഒക്കെ കൂടുതൽ പെട്ടെന്ന് പോവുകയാണെങ്കിൽ എന്താണ് അതിനനുസരിച്ച് ബ്ലഡ് കയറ്റേണ്ടതൊക്കെ ആയിട്ട് വരും. രോഗികളുടെ രോഗാവസ്ഥ അനുസരിച്ചായിരിക്കും ഇത്തരം കാര്യങ്ങളെല്ലാം. അപ്പൊ the availability of cross-matched blood may be needed in the course of transport. In case ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ടൈമില് ക്ലോസ് ആയിട്ടുള്ള ബ്ലഡ് മാച്ച് ഒക്കെ കീപ്പ് ചെയ്തിരിക്കണം എന്നാണ് അടുത്തതിൽ പറയുന്നത്.
നിങ്ങൾ മനസ്സിലോർത്തുകൊണ്ടിരിക്കുക. നമ്മൾ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റില് എന്തൊക്കെ കാര്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളാണ്. ആദ്യം ഡിസിഷൻ എടുക്കുന്നത് പറയുന്നു, രണ്ടാമത് ഈ വ്യക്തിയെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ABCD എന്നുള്ള രീതിയിൽ ഈ വ്യക്തിയെ പഠിച്ച് ഈ വ്യക്തിക്ക് എന്തൊക്കെ, ചിലർക്ക് ശ്വാസവുമായി ബന്ധപ്പെട്ടതായിരിക്കാം, ചിലർക്ക് ബ്ലഡ് കൊടുക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യത്തിലായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. ചിലർക്ക് എന്താണ്, നമ്മളിപ്പോ സർക്കുലേഷൻ ആണ് ഇവിടെ കണ്ടത്. സർക്കുലേഷനിൽ നമ്മൾ പറഞ്ഞു എന്തെങ്കിലും ബ്ലഡുകൾ അല്ലെ, മെഡിസിൻസ് ഒക്കെ ഇൻജെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലായിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ മെഡിസിൻസ് പോരാതെ വരുമ്പോഴോ അല്ലെങ്കിൽ കൂടുതൽ ഇംപ്രൂവ്മെന്റ് ആയിട്ടുള്ള ടെസ്റ്റുകൾക്ക് വിധേയമാക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും കൊണ്ടുപോകുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടതാണ് ഈ സർക്കുലേഷൻ എന്ന കാറ്റഗറിയിലുള്ള പേഷ്യന്റിനെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അവർക്ക് എന്താ പറയുക, 2 തരത്തിലുള്ള കനാൽസുകൾ കൊടുക്കാൻ, അതായത് കണ്ടുപിടിച്ച് വെച്ചിരിക്കണം. അത് എന്തെങ്കിലും എക്സ്റ്റേണൽ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് അത് ക്ലീൻ ചെയ്യാനായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കണം. നെക്സ്റ്റ് വീണ്ടും പറയുന്നു, പോസ്റ്റ് മാച്ച്ഡ് ആയിട്ടുള്ള ബ്ലഡ്, അതുമായി ബന്ധപ്പെട്ട കറക്റ്റ് ആയിട്ടുള്ള ബ്ലഡ് കൂടി കയ്യിൽ കരുതി വെക്കണമെന്ന് പറയുന്നു. ഫോർത്തിൽ നമ്മൾ എന്താണ്, ഈ കാറ്റഗറിയിലുള്ള പേഷ്യന്റിനെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഫോർത്തിൽ നോക്കാം, പേഷ്യൻസ് വിത്ത് ഹെഡ് ഇഞ്ചുറി ഷുഡ് ഹാവ് their Glasgow Coma scale adequately monitored and recorded in a document before and in the post of transfer and before administration of any sedative or paralytic agent. Okay, അതിലെന്താ പാരലൈറ്റിക് ഏജന്റ്, അത് നോക്കാം. അതിലെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ വ്യക്തിക്ക് ഈ പേഷ്യന്റ് എന്തെങ്കിലും ഹെഡുമായി ബന്ധപ്പെട്ട ഇഞ്ചുറിയുമായി പെട്ടെന്ന് നമുക്കറിയാലോ, ഹോസ്പിറ്റൽ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ഒക്കെ സംഭവിച്ച് ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് ചെന്ന് അവിടുത്തെ ഫസ്റ്റ് എയ്ഡ് ചെയ്തതിന് ശേഷമായിരിക്കും ഈ വ്യക്തിയെ കൊണ്ടുപോകുന്നത്. ആ ഫസ്റ്റ് എയ്ഡ് ചെയ്യുന്നതോടൊപ്പം ഹെഡുമായി ബന്ധപ്പെട്ടുള്ള ഇഞ്ചുറി ഒക്കെയാണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ എന്താണ്, ഇവര് ഇത്തരത്തിലുള്ള GCS ആഡിക്കേറ്റ്ലി മോണിറ്റർ, അവരെ കറക്റ്റ് ആയിട്ട് ഇത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഈ വ്യക്തിക്ക് എന്തെങ്കിലും ബോധക്ഷയം സംഭവിക്കും, ഗ്ലാസ്ഗോ എന്നൊക്കെ പറയുന്നത് ബോധക്ഷയം എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ബോധക്ഷയം സംഭവിക്കുമോ, അത് എന്തെങ്കിലും അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ടോ എന്നൊക്കെ മോണിറ്റർ ചെയ്ത് അത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കാനായിട്ടുള്ള ഒരു സംഭവമാണത്. അതിന്റെ റെക്കോർഡ് ഇൻ ദ ഡോക്യുമെന്റിൽ പിന്നീട് സമയത്താണ് ഇദ്ദേഹം ഇത്രയും പ്രോബ്ലംസ് അല്ലെ, ഇത്രയും ഡൗൺ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനൊക്കെ റെക്കോർഡ് രേഖപ്പെടുത്തണം. അതിന്റെ മിക്കവാറും അത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അനുസരിച്ചാണ് അത് രേഖപ്പെടുത്താൻ സാധിക്കുള്ളൂ. അപ്പൊ അതിനുള്ള സൗകര്യമായിട്ടുള്ള കാര്യങ്ങളായിട്ടുണ്ടായിരിക്കണം. ആൻഡ് ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്ഫർ ആൻഡ് ബിഫോർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് എനി സെഡേറ്റീവ്, ഇതിനനുസരിച്ചൊക്കെയാണ് ഇതിന്റെ അഡ്മിനിസ്ട്രേഷൻ അവര് ആ ഒരു ഭരണനിർവഹണത്തിലെത്തുന്നത്. അതായത് എന്തെങ്കിലും സെഡേറ്റീവ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ബോധക്ഷയത്തിന് പറ്റിയ മെഡിസിൻ കൊടുക്കണോ, അല്ലെങ്കിൽ എന്തെങ്കിലും തളർവാദം സംഭവിക്കുമോ, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവർക്ക് അതിനനുസരിച്ചുള്ള മെഡിസിൻസ് ഒക്കെ കൊടുക്കാനായിട്ടും വിലയിരുത്താനായിട്ടും സാധിക്കുകയുള്ളൂ. അപ്പൊ അത് മോണിറ്റർ ചെയ്യുന്ന മെഷീനോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഘടിപ്പിച്ചിട്ട് വേണം ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. The patient should be protected from cold by providing suitable blankets. Apart from the above pre-transfer checklist, on the day transfer itself, all basic investigation should be performed to reflect the present condition of the patient. അതേപോലെ തന്നെ നമ്മൾക്ക് അറിയാം, ഇപ്പൊ ഭയങ്കര കോൾഡ് അല്ലെ, നല്ല AC ഒക്കെ ആയിട്ടുള്ള വാഹനത്തിലൂടെ ആയിരിക്കും പേഷ്യന്റിനെ കൊണ്ടുപോകുക. ആ ടൈമിൽ ചിലപ്പോൾ അവർക്ക് കൂടുതൽ തണുപ്പൊക്കെ അനുഭവപ്പെടും. നമ്മളൊക്കെ കുറെ പേഷ്യൻസ് ഒക്കെ ഘടിപ്പിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള എല്ലാ ലെവലുകളും ഇവർക്ക് കീപ്പ് ചെയ്യേണ്ടതായിരുന്നു. അപ്പൊ പക്ഷെ തണുപ്പിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് അതിനനുസരിച്ചുള്ള ബ്ലാങ്കറ്റ് എല്ലാം ഇവര് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് പറയുന്നത് all the provided suitable blankets apart from the above transfer checklist. On the day transfer itself, all basic investigation should be performed. എന്തെങ്കിലുമൊക്കെ ബേസിക് ആയിട്ടുള്ള ഇവരെ പഠിച്ചുകൊണ്ടിരിക്കുക, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. Reflect the present condition of the patient. അപ്പം പ്രസന്റ് കണ്ടീഷനിൽ ഈ വ്യക്തിക്ക് എന്താണ് ആവശ്യം, ചിലപ്പോ അവർക്ക് ഒന്ന് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പിടിക്കുക, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ആവശ്യം. ചിലപ്പോൾ ബ്ലാങ്കറ്റ് യൂസ് ചെയ്യാനോ ആയിരിക്കും ആവശ്യം. എന്താണോ പ്രസന്റിൽ ഈ വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എവിടെ വരെയും കണ്ടു, 4 കാറ്റഗറി കണ്ടു. എയർവേ കണ്ടു, ബ്രീത്തിങ്, സർക്കുലേഷൻ, ഡിസബിലിറ്റി ഓർ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ്. ന്യൂറോളജിക്കൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോ അങ്ങനെയുള്ള പ്രോബ്ലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് കെയർ ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്.
ഓക്കെ, അപ്പോ നിങ്ങക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണോ? നോക്കിയത് വായിച്ചു നോക്കി. ഇത് പെട്ടെന്ന് അങ്ങനെ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം അല്ലെന്ന് തോന്നുന്നു. എന്നാലും ഒന്ന് ജസ്റ്റ് മനസ്സിരുത്തി നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എല്ലാ വ്യക്തികൾക്കും വ്യത്യസ്ത രോഗികളാണ്. വ്യത്യസ്ത രോഗികൾക്ക് അനുസരിച്ച് വ്യത്യസ്ത എക്യുപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്ത് അല്ലെങ്കിൽ വ്യത്യസ്ത നമ്മൾ പ്രിവെന്റ് ആയിട്ട് എന്തെങ്കിലും കണ്ടിട്ട് വേണം കൊണ്ടുപോകാനായിട്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കണം. അതുമായി ബന്ധപ്പെട്ട എക്യുപ്മെന്റ്സും മെഡിസിൻസ് ഒക്കെ അക്കമ്പനി ചെയ്യണം എന്നുള്ളത് ഓർത്ത് വെക്കാം. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ, വായിച്ചിട്ട് എങ്ങനെ ക്ലിയർ ആവുന്നുണ്ടോ? ഹലോ, ഡൗട്ടുകൾ ചോദിച്ചോളൂ കേട്ടോ, മെസ്സേജ് അയച്ചോളൂ നിങ്ങള്. സി സർക്കുലേഷൻ ആണോ ഉദ്ദേശിച്ചത്? വാസോപ്രസ് എന്ന് പറഞ്ഞ ഞരമ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഞരമ്പുമായി ബന്ധപ്പെട്ട്. സി എന്ന് പറയുമ്പോ സർക്കുലേഷൻ ആണ്. സർക്കുലേഷൻ നോക്കാം. ദ പേഷ്യന്റ് ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് 2 വൈഡ് ബോൾ. ഞാൻ പറഞ്ഞു നമുക്ക് അറിയാലോ ഈ എന്താ പറയണ നമ്മള് ഗ്ലൂക്കോസ് പെട്ടെന്ന് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ തളർന്നു പോവാ, ഒമിറ്റ് ചെയ്തൊക്കെ വന്ന് കുട്ടികളൊക്കെ അല്ലെങ്കിൽ പേഷ്യൻസിനൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്താ പറയും, ആദ്യം തന്നെ കുറച്ച് ഇത് കൊടുക്കും അല്ലെ, അവർക്ക് എന്തെങ്കിലും ഫുള്ളായിട്ട് പോയി അല്ലെ, അവർക്ക് ഡീഹൈഡ്രേഷൻ സംഭവിച്ച് അവർക്ക് ഫുള്ളായിട്ട് ഇത് പോയി കഴിയുമ്പോൾ എന്ത് ചെയ്തു, നമ്മൾ എന്തെങ്കിലും ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കും അല്ലെ. അപ്പൊ അവർക്ക് എന്ത് ചെയ്ത് കനാലിൽ ഘടിപ്പിച്ചിട്ടാണ് അല്ലെ, നമുക്ക് ആ ഞരമ്പിലൂടെയാണ് പുഷ് ചെയ്യുക. നേരത്തെ വായുവിലൂടെ വൊമിറ്റ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ഞരമ്പിലൂടെയാണ് ഇത് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇത് ചെയ്തു വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ ചിലപ്പോ ആണെങ്കിൽ ആ ചെല്ലുന്ന ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്തിട്ട് ഈ വ്യക്തിക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ അതേ അതെ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇതാണോ അതോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ അല്ലല്ലോ, റൈസ് ട്യൂബ് എന്നാണോ മറ്റേ ഇപ്പോ പറഞ്ഞതിന്റെ മീനിങ്. ഇത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞരമ്പിലൂടെയാണ് നമ്മള് ശരിക്കും ഗ്ലൂക്കോസ് ഒക്കെ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്നത്. അത്രയും വീക്കായിട്ട് വരും. അപ്പൊ അവര് അവിടെ ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്ത് കൊണ്ടിരിക്കുമ്പോഴും ഈ ഗ്ലൂക്കോസിന്റെ ഒപ്പം തന്നെ എന്താ മെഡിസിൻസ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴും ഈ രോഗിക്ക് പ്രത്യേകിച്ച് ഇംപ്രൂവ്മെന്റ്സ് ഒന്നും വരില്ലെങ്കിൽ എന്ത് ചെയ്യും, രോഗിയെ ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഈ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി ഒരു കനാൽസ് അല്ലെ ഞരമ്പിലൂടെ ഈ ഇത് കൊടുക്കുന്നുണ്ട്, ഗ്ലൂക്കോസ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ചിലപ്പോ ആണെങ്കിൽ എന്താണ് ബ്ലഡ് പുറത്തേക്ക് പമ്പ് ചെയ്യാം. അതാണ് എക്സ്റ്റേണൽ ഹെമറോയിഡ്സ് എന്ന് പറയുന്നത്. ഹെമറോയിഡ്സ് എന്ന് പറയുന്നത് രക്തസ്രാവം സംഭവിക്കാം. അതായത് ചിലപ്പോ ആണെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് കൃത്യമായിട്ട് അത് പോയില്ല, കഴിയുമ്പോ തന്നെ അത് ക്ലോസ് ചെയ്തില്ല എങ്കിൽ എന്ത് ചെയ്യും, പുറത്തേക്ക് ബ്ലഡ് ആണ് പോരാ. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? അങ്ങനെ അതല്ലാതെ ചിലപ്പോൾ ഇങ്ങനെ ഈ ഷിഫ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും പ്രോബ്ലം കൊണ്ട് ഇത് ഈ ബ്ലഡ് അല്ലാതെ തന്നെ അങ്ങോട്ടേക്ക് പോകുന്നതിന് പകരം ബ്ലഡ് ആയിരിക്കും തിരിച്ചു പോകുന്നത്. അങ്ങനെ ഈ കറക്റ്റ് ആയിട്ട് പൊസിഷനിലൂടെ പോകുന്നില്ല എങ്കിൽ, ഗ്ലൂക്കോസ് കറക്റ്റ് ആയിട്ട് പൊസിഷനിലൂടെ പോകുന്നില്ല എങ്കിൽ തിരിച്ച് പിന്നെ ബ്ലഡ് ആയിരിക്കും പുറത്തേക്ക് തരുന്നത്. അപ്പൊ അതിനെ കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്തിരിക്കണം എന്നുള്ളതാണ് പറയുന്ന പോയിന്റ്. പിന്നെ ഇൻ കേസ് വീണ്ടും പറയാണ്, എന്തെങ്കിലും അങ്ങനെ വരുന്നതോടൊപ്പം തന്നെ ബ്ലഡ് ഒരുപാട് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ എന്താണ് രോഗി ഭയങ്കരമായിട്ട് ആശ്രയിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ക്രോസ് മാച്ച്ഡ് ബ്ലഡും കൂടി ഇവര് കരുതേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് ഈ പോയിന്റിൽ പറയുന്നത്. പേഷ്യന്റ് ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് 2 വൈഡ് ബോൾ intravenous working canals in place before shifting. Then external hemorrhage, if any, should be regulated, controlled. അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യണം. അതായത് ബ്ലഡ് പോകുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യണം. ആൻഡ് ഇനി ഷോക്ക് ഷുഡ് ബി ട്രീറ്റഡ് വിത്ത് ഇൻട്രാവിനിയസ് ഫ്ലൂയിഡ് ആൻഡ് ഓർ അതാണ് വാസ്പ്രസേഴ്സ് എന്ന് പറയുന്നത്. ഞരമ്പ് എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. ഞരമ്പിലൂടെയാണല്ലോ ഇത് കയറ്റി കൊടുക്കുന്നത്.
അതാണ് പറയുന്നത്. ദ അവൈലബിലിറ്റി ഓഫ് ക്രോസ് മാച്ച്ഡ് ബ്ലഡ് മേ ബി നീഡഡ് ഇൻ ദ കോഴ്സ് ഓഫ് ദ ട്രാൻസ്പോർട്ട്. ക്ലിയർ ആയോ? സർക്കുലേഷൻ ക്ലിയർ ആയോ? ചോദിച്ചാൽ പോയാ സർക്കുലേഷൻ ക്ലിയർ ആയോ? ഈ സി ആണോ ഉദ്ദേശിച്ചത്? സി ഞാൻ പഠിപ്പിച്ചിട്ടില്ല കേട്ടോ. മോഡ് ഓഫ് ട്രാൻസ്ഫർ പഠിപ്പിച്ചിട്ടില്ല. അപ്പോ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് എന്താ പറയാ മനസ്സിൽ വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. നമ്മൾ പറഞ്ഞു പോകുന്ന മാതിരിയല്ല, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞത്. പിന്നെ നെക്സ്റ്റില് അതായത് മോഡ് ഓഫ് ട്രാൻസ്ഫറിലേക്ക് നമുക്ക് പോകാം. അതില് എന്താ പറയാനെന്ന് നോക്കാം. അതായത് വ്യക്തിയെ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്ന വ്യക്തിയെ ഏത് രീതിയിലൂടെയാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നതാണ്. ഫസ്റ്റില് നമ്മൾ കണ്ടു ഡിസിഷൻ എടുത്തു, രണ്ടാമത് നമ്മൾ കണ്ടു ഈ വ്യക്തിയെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം. അതായത് വ്യക്തിയുടെ ഈ പേഷ്യന്റിന്റെ ഇപ്പോഴത്തെ സ്റ്റേജ് എന്താണ്, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രിവെൻഷൻ എന്തെങ്കിലും മുൻകരുതലുകൾ വേണോ, ഇത് സ്റ്റേബിൾ ആയിട്ട് തന്നെ ഒരിക്കലും വഷളായി പോവാതെ അവിടം വരെ എത്തിക്കണം അല്ലെ, മറ്റൊരു പ്ലേസിലേക്ക് അവിടം വരെ എത്തിക്കണം വരെയും ഈ രോഗി ഒരിക്കലും ഡൗൺ ആയി പോകരുത്. അപ്പൊ ആ രീതിയിൽ എന്തെങ്കിലും മെഷീൻസും എന്തെങ്കിലും പ്രിപ്പറേഷൻസും എന്തെങ്കിലും പ്രിവെൻസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യലെങ്കിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കാറ്റഗറി തിരിച്ച് മനസ്സിലാക്കിയത്. നെക്സ്റ്റ് പറയുന്നത് മോഡ് ഓഫ് ട്രാൻസ്ഫർ ആണ്. മോഡ് ഓഫ് ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ ഏത് മാർഗം വഴിയാണ് ഈ വ്യക്തിയെ ഷിഫ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം ദ ടു മോസ്റ്റ് കോമൺലി എംപ്ലോയിഡ് മെത്തേഡ്സ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് ആർ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് ബൈ ഇൻക്ലൂഡിംഗ് ആംബുലൻസ് ആൻഡ് മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ബ്രാക്കറ്റിൽ കൊടുക്കുന്നുണ്ട് MICYS ആൻഡ് എയർ ട്രാൻസ്പോർട്ട് ഇൻക്ലൂഡിംഗ് ഹെലികോപ്റ്റർ ഓർ എയർപ്ലെയിൻ ആംബുലൻസ്. വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ലാൻഡ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് അല്ലെങ്കിൽ മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റോട് കൂടിയിട്ടുള്ള ആംബുലൻസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എയർ ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ ഹെലികോപ്റ്റർ ആവാം അല്ലെങ്കിൽ എയർപ്ലെയിൻ ആവാം. എന്ത് ഈ രോഗിയെ അല്ലെ പേഷ്യന്റിന്റെ നിലവിലുള്ള സ്റ്റേജിൽ നിന്നും നല്ല ഇംപ്രൂവ് കിട്ടാനായിട്ട് വേറൊരു പ്ലേസിലേക്ക് കൊണ്ടുപോകുന്ന മാർഗങ്ങൾ. അതായത് ഹോസ്പിറ്റൽ ഇത് ഇൻട്രാ ട്രാൻസ്പോർട്ട് ആണ് അല്ലെ. ഇന്നർ ട്രാൻസ്പോർട്ട് ആണെങ്കിൽ നമുക്ക് നല്ല എന്താ പറയുക വീൽ ചെയറും സ്ട്രെച്ചറും ഒക്കെ ഉപയോഗിച്ചാൽ മതി. പക്ഷെ ഇത് വേറൊരു പ്ലേസിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ രീതി രണ്ട് രീതിയിലാണ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ വീണ്ടും പറയുന്നു ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട്. ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് വിവരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആംബുലൻസ് ആർ യൂസ്ഡ് ഇൻ ദിസ് മോഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്. അതായത് വ്യത്യസ്ത രീതിയിലുള്ള ആംബുലൻസുകളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കരുത് അതെല്ലാം ഒരേ ലെവലിലാന്ന് വിചാരിക്കരുത്. അതിനൊക്കെ പ്രത്യേകം രീതികളുണ്ട്. നിങ്ങൾക്ക് ആംബുലൻസിന്റെ പൊസിഷൻ എടുക്കാം, ക്ലാസ് എടുക്കാം. ഒരു PDF ഒരു ചാപ്റ്റർ ഉണ്ട് ആംബുലൻസ് എന്നുള്ളത്. അതാരെങ്കിലും എടുത്തായിരുന്നോ? അപ്പോ അതെടുക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇതിന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ അവെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആംബുലൻസ് ആർ യൂസ്ഡ് ഇൻ ദ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള ട്രാൻസ്പോർട്ടുകളിൽ ട്രാൻസ്പോർട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ്. അത് നോക്കാം. These ambulances are conditioned with adequate staff and monitoring device to shift patients without a life-threatening condition, and these can only provide basic life support service. അതായത് ഇതെന്ന് പറയുന്നത് വിത്തൗട്ട് ലൈഫ് ത്രെട്ട് എന്ന് വെച്ചാൽ കൂടുതൽ അപകടമുള്ള ഒരു വ്യക്തിയല്ല ഈ പേഷ്യന്റ്. ഇപ്പൊ നമ്മള് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്ന പേഷ്യന്റ് കൂടുതൽ അപകടമുള്ള വ്യക്തിയല്ല എങ്കിലാണ് ബേസിക് ലൈഫ് സപ്പോർട്ട് സർവീസ് കൊടുക്കുന്നത്. അതായത് ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡിക്കേറ്റ് സ്റ്റാഫ് മോണിറ്ററിംഗ് ഡിവൈസുകളും ഒക്കെയാണ് കൊടുക്കുന്നത് എന്ന് പറയുന്നത്. അതിന്റെ ഒന്നും ആവശ്യകത ഇല്ല എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തിക്ക് നമ്മള് ഇപ്പോ പെട്ടെന്ന് ഒരു അപകടമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട് പ്രത്യേകിച്ച് എക്യുപ്മെന്റ്സ് ഒന്നും യൂസ് ചെയ്യാതെ ഈ വ്യക്തിയെ പെട്ടെന്ന് പക്ഷെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ടതായിട്ട് വരും. പക്ഷെ ഇവിടെ കൂടുതൽ പരിചരണം ഒന്നും കൊടുക്കാത്ത കാരണം എന്താ, ജസ്റ്റ് ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് പെട്ടെന്ന് പറഞ്ഞു വിടും. അപ്പൊ അവർക്ക് എന്താണ് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. അതായത് ഇത്തരത്തിലുള്ള മോണിറ്ററിംഗ് ഒന്നും നടത്തിയിട്ടില്ല അവർ ആരോഗ്യ. അങ്ങനെ വരുമ്പോൾ വിത്തൗട്ട് ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻ എന്നുള്ള മീനില് വിടാവുന്നതാണ്. ദെൻ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്.
കേസ് ഈ വ്യക്തിക്ക് നമുക്ക് അറിയാലോ, ഒരു വ്യക്തിക്ക് ഇൻഷുറൻസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വ്യക്തി എത്രത്തോളം ഏബിളാണ് അല്ലെ, ഇത് അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്താനായിട്ട് സ്റ്റേബിൾ ആണോ അല്ലയോ എന്ന് നോക്കിയിട്ടാണ് ഈ ആംബുലൻസ് വരെ തെരഞ്ഞെടുത്ത് എടുക്കുന്നതെന്ന് മനസ്സിലാക്കുക. അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിൽ എന്താ പറയുന്നത്? ഈ ആംബുലൻസ് ക്യാൻ പ്രൊവൈഡ് മോഡേൺ ലൈഫ് സപ്പോർട്ട് സർവീസ് ലൈക്ക് എൻഡോജിക്കൽ ഇൻക്യുബേഷൻ, cardiac monitoring, defibrillation, administration of intravenous fluid or vasopressors. These are adequately staffed and made ready for shifting patients with life-threatening condition. അതായത് ഇത് വരുമ്പോൾ എന്താണ് കൂടുതലായിട്ടുള്ള അവയർനെസിന്റെ ആവശ്യകതയുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ, അതിനനുസരിച്ചുള്ള സ്റ്റാഫുകളൊക്കെ നിലനിർത്തണം. അതേമാതിരി തന്നെ എൻഡോട്രാക്റ്റീവ് ട്യൂബ് എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ശരിക്കും ആംബുലൻസ് എടുക്കുമ്പോഴാണ് ഇത് കൂടുതൽ വിവരിച്ച് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് പഠിച്ചു പോകാനേ എളുപ്പമായിരിക്കും. എനിവേ ഞാൻ ഇതിന്റെ ജസ്റ്റ് മീനിങ് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻഡോട്രാക്കൽ ഇൻക്യുബേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് രോഗാവസ്ഥ എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഈ വ്യക്തിയുടെ ഇത് ചെയ്യുന്നത്. അതായത് രക്തയോട്ടം കുറയുകയാണ്, രക്തത്തിന്റെ അളവ് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കുന്ന ഒരു അവസ്ഥയ്ക്ക് വരുമ്പോൾ അതിനനുസരിച്ചുള്ള സപ്പോർട്ട് ചെയ്യുന്ന ഒരു സർവീസ്, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മെഷീൻസോ അതെല്ലാം കൊടുത്തുകൊണ്ടുള്ള സേവനമാണ്. ഈ ആംബുലൻസിൽ തന്നെ അതിനുള്ള സേവനം കൂടി മോണിറ്റർ ചെയ്യാനൊക്കെ ഉള്ള സേവനം ഉണ്ടാവും. ദെൻ കാർഡിയോറ്റിക് മോണിറ്ററിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഹൃദയത്തിലെ ഇടുപ്പും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. Then a defibrillation, administration of intravenous fluid എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഞരമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. These are adequately staffed. അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യാനുള്ള സ്റ്റാഫിനെ അടക്കമാണ് എന്താ ഈ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ പേഷ്യന്റിനൊപ്പം പറഞ്ഞിരിക്കുന്നത്. Then last one തന്നെ MICU നമ്മൾ നേരത്തെ പറഞ്ഞു. These are specialized vehicle with all the equipments and staff to transfer patients who are critically ill and are usually used in a combination with a specialist retrieval teams in a few developed countries. ഇതൊക്കെ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വികസിത ഡെവലപ്ഡ് കൺട്രീസിലൊക്കെയാണ് കൂടുതലായിട്ട് MICU എന്നൊക്കെ പറയുന്ന വെഹിക്കിൾ യൂസ് ചെയ്യുന്നത്. അതായത് അതിലെല്ലാ എക്വിപ്മെന്റ്സും ഉണ്ടോ, ഒപ്പം തന്നെ അതിനനുസരിച്ചുള്ള സ്റ്റാഫുകളും എല്ലാവരും കൂടി കൂടിയിട്ടാണ് ഈ വ്യക്തിയെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പൊ ഓരോ വ്യക്തിയും ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കാനായിട്ട് ആംബുലൻസിന്റെ ക്ലാസ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി പോകാൻ സാധിക്കും. പക്ഷെ ജസ്റ്റ് ഇത് അറിഞ്ഞിരിക്കുക, ആംബുലൻസ് എന്ന് പറയുന്നതും സെപ്പറേറ്റ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് വലിയ പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ സാധാരണ ഒരു ആംബുലൻസിൽ വ്യക്തിയെ പറഞ്ഞേക്കും. അതല്ല എങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് സപ്പോർട്ടോട് കൂടിയിട്ട് ചെറുതായിട്ട് മോണിറ്റർ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള അവിടെ വരെ എത്തുന്നവരെ, ആ സ്റ്റേബിൾ ആയിട്ടുള്ള സ്ഥലം എത്തുന്നവരെയുള്ള സപ്പോർട്ടോട് കൂടിയിട്ട് ലൈഫ് സപ്പോർട്ട് കൂടിയിട്ടുള്ള വെഹിക്കിളാണ് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് പറയുന്നത്. ദെൻ വീണ്ടും പറയുന്ന MICU എന്ന് പറയുന്ന ഒരുപാട് നല്ലൊരു ഇതാണ്, കൂടുതൽ ഫെസിലിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു സൗകര്യത്തോട് കൂടിയിട്ടാണ്. പൊതുവെ അത് എല്ലാ രാജ്യങ്ങളിലും തന്നെ യൂസ് ചെയ്യാത്തതാണ്. കുറച്ച് എന്താ പറയുക ഡെവലപ്ഡ് കൺട്രീസിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. MICUവിന്റെ ഫുൾ ഫോം നേരത്തെ നമ്മൾ കണ്ടില്ലേ, എന്താണ്? മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ശരിക്കും ഒരു ഇന്റൻസീവ് കെയർ തന്നെ ആ ഹോസ്പിറ്റലിലെ ഇന്റൻസീവ് കെയറിൽ എത്രത്തോളം സൗകര്യമുണ്ടോ അതിന്റെയെങ്കിലും ഷോർട്ടായിട്ട് ഒരുമാതിരി കുറച്ചെങ്കിലും ഇന്റൻസീവ് കെയർ കിട്ടുന്ന രീതിയിൽ വെഹിക്കിളിൽ അറേഞ്ച് ചെയ്തിട്ട് ഈ രോഗിയെ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതാണ് എന്താണ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഇതുവരെ നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കിയോ? അടുത്തത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. Who are more likely in case of air transport. ഇവിടെ വരെയൊന്നും നിങ്ങൾ നോട്ട് ചെയ്തോ? ഇതില് ഈ രോഗത്തിന്റെ അവസ്ഥ എന്നൊക്കെ പറയുന്നത് വ്യത്യസ്തമാണ് കേട്ടോ. ഇവിടെ പറയുന്ന ഒരു രോഗങ്ങൾ ഇവിടെ പറയുന്നുണ്ടാണല്ലോ, ഇൻക്യുബേഷൻ എന്നൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകമായിട്ട് രക്തയോട്ടത്തിനെ ക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോ ഇൻക്യുബേഷൻ എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട സജ്ജീകരണമാണല്ലോ. ആ ഒരു രക്തയോട്ടത്തിന്റെ ബാലൻസിങ് നിലനിർത്താൻ പറ്റുന്ന തരത്തിലുള്ള ഇതാണ് അതിന്റെ ഒരു എക്യുപ്മെന്റ് ആണ്. കാർഡിയോറ്റിക് മോണിറ്ററിങ് അതേപോലെ തന്നെ വീണ്ടും പറയുന്നുണ്ട് എന്താണ്
സംഭവം അത് കൂടുതലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്നുണ്ട് കേട്ടോ. ഇതിന്റെ സംഭവം വീണ്ടും ഇവിടേക്കും വരുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇത് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി, അതായത് ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടിംഗ് എന്ന് പറയുന്ന സംഭവത്തിൽ ഇത്തിരി ഡീവിയേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ആംബുലൻസ് സൗകര്യം എന്ന് പറയുന്ന ഒറ്റയടിക്കുള്ള ഒരു ആംബുലൻസ് സൗകര്യമല്ല. ബേസിക് ലൈഫ് സപ്പോർട്ട് ഉള്ള ആംബുലൻസ് ഉണ്ട്, അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ഉള്ള ആംബുലൻസ് ഉണ്ട്, പിന്നെ MIC എന്ന് പറയുന്ന ഒരു ഇതിലും ആംബുലൻസ് ഉണ്ട്. ഇതെന്ന് പറയുന്നത് ഓരോന്നിന്റെയും ഓരോ വ്യക്തിയുടെ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് ഈ ഇത് സപ്പോർട്ട് ചെയ്യുന്നത് മനസ്സിലാക്കി വെക്കുക. ഇതിൽ പിന്നെ വീണ്ടും നമ്മളപ്പോ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് രണ്ടെണ്ണം ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കി വെച്ചത്. അതില് ലാൻഡ് ട്രാൻസ്പോർട്ട് ആണ് പറഞ്ഞത്. എനിക്ക് മുന്നത്തെ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ പ്രീ ട്രാൻസ്പോർട്ട് സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ. അതായത് ഒരു രോഗിയുമായി ബന്ധപ്പെട്ട ABC കാറ്റഗറിയിൽ ഈ രോഗിയെ നമ്മൾ തരംതിരിക്കുകയാണ്. ആ വ്യക്തിക്ക് ചില കാര്യങ്ങളെല്ലാം ചിലപ്പോൾ മെഡിസിൻസോ അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും എക്യുപ്മെന്റ്സോ അല്ലെങ്കിൽ വ്യക്തിയെ തന്നെ അതുമായി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളോട് കൂടിയിട്ടാണ് വേണം ട്രാൻസ്ഫർ ചെയ്തത്. എന്തിനു വേണ്ടിയിട്ട് ഇതെല്ലാം ചെയ്യുന്നത്, ആ വ്യക്തിയെ സ്റ്റേബിൾ ആയിട്ട് അവിടെ വരെ അല്ലെ മറ്റൊരു സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നത് വരെ ഈ വ്യക്തിക്ക് ഡൗൺ ആയി പോകരുത്. ഇതൊക്കെയാണ് കുറെ ശ്രദ്ധിക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് വോളനറബിലിറ്റി എന്നൊക്കെ പറയുന്നത് എന്താന്നുള്ള മീനിങ് ഒക്കെ മനസ്സിലാക്കുക. എക്സ്പോഷർ എന്നൊക്കെ പറയുന്നത് ഇവിടെ വീണ്ടും നമ്മള് നേരത്തെ ഒരു മീനിങ് ഒക്കെ കണ്ടായിരുന്നു, വേഴ്സണിങ് എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായോ? ഡിറ്റോറിയേഷൻ, വേഴ്സണിങ് നമ്മളത് നോട്ട് ചെയ്ത് വെക്കുക. ഇത്രയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് ഈ പോയിന്റ്സ് എന്താണെന്ന് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ചെറിയ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനും സാധിക്കും. ഒപ്പം ഇതെന്താന്നുള്ള ഒരു ചാപ്റ്റർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ക്ലിയർ ആയോ? നിങ്ങൾക്ക് ഒന്നും എടുത്തത് ഓറടിച്ചിരിക്കുകയാണോ? ട്രാൻസ്പോർട്ട് പേഷ്യന്റിന്റെ ഒരു ഇച്ചിരി എന്താ പറയാ കട്ടിയായ ഭാഗമായിരുന്നു ഇന്നെടുത്തത്. ഇത്ര നാളും അത്രയും കുഴപ്പമുണ്ടായിരുന്നില്ല അല്ലെ. ഈ എലമെന്റ്സ് വന്നപ്പോൾ ഇച്ചിരി കുറെ വേർഡ്സുകൾ പുതിയത് വന്നു, അതാണ് ഉണ്ടായത്. പക്ഷെ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ വ്യത്യസ്ത എന്താ പറയുന്നത് ഡിഫൈബ്രിലിയൻ അത് നോക്കട്ടെ. അത് ഏത് പോയിന്റിലും നമ്മൾ നോട്ട് ചെയ്തത് എവിടെയും പറയാമോ? ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട്. Okay. Administration. Defibrillation administration of intravenous. Okay. അത് നോട്ട് ചെയ്ത് വെച്ചായിരുന്നു. ഡിഫൈബ്രില്ലേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞരമ്പിലേക്ക് കട്ട പിടിക്കുന്ന ഒരവസ്ഥയായിരുന്നു. നമ്മള് എന്താ പറയുന്ന സ്ട്രോക്ക് ഒക്കെ വരില്ലേ, അതായത് പെട്ടെന്ന് ഒരു ഭാഗത്തേക്ക് രക്തയോട്ടം കുറയുകയും പിടിക്കുകയും ചെയ്യുമ്പോൾ അത് അങ്ങനെ വരുന്ന ഒരു കണ്ടീഷനാണ്. അതിന്റെ ആ ചെക്കിങ് അതാണ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. ദീസ് ആംബുലൻസ് ഓക്കെ. ആ ഒരു ഇതുകളെല്ലാം നിങ്ങൾ നോക്കിക്കോ. കുറെ വേർഡ്സുകൾ അവിടെ വരുന്നുണ്ട്. പക്ഷെ അത് ഓരോന്നിനെയും ബാലൻസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. ആംബുലൻസിന്റെ ക്ലാസ്സിൽ ഇത് പ്രത്യേകം ഓരോ രോഗാവസ്ഥയിലുള്ള വ്യക്തിയെ ഏത് ആംബുലൻസിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട മെഡിസിൻസ് അതായത് എക്യുപ്മെന്റ്സ് വെച്ച് വരെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ പക്ഷെ അത് നിങ്ങൾ അന്നാത്താണ് കൂടുതൽ പഠിക്കുക. ഇത് ഓരോ രോഗാവസ്ഥയാണ് ഇവർ പറയുന്നത്. എൻഡോട്രാക്ടൽ ഇൻക്യുബേഷൻ, കാർഡിയോറ്റിക് മോണിറ്ററിംഗ്, ഡീഫൈബ്രിലേഷൻ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ പറയുന്നത് ഏത് രോഗാവസ്ഥയിലുള്ള പേഴ്സൺസിനാണ് എന്ന് വെച്ചിട്ടാണ് ഈ ഒരു മോണിറ്ററിംഗ് ഈ സംവിധാനം കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും അത് പഠിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് ഇത് കൂടുതൽ അവെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ആംബുലൻസിന്റെ ആ ഒരു
PDF കൂടി തപ്പുന്നുണ്ട്, കാരണം നിങ്ങൾക്ക് ഇത് പഠിപ്പിക്കാനായിട്ട് അതിന് എളുപ്പമായിരിക്കും. അപ്പൊ അതില് ഏത് എക്യുപ്മെന്റ്സ് ആ യൂസ് ചെയ്തിട്ട് കൃത്യമായിട്ട് നോട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ എന്തായാലും ഒന്നും കൂടെ ഈ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് ഒന്നും കൂടെ നിങ്ങൾക്ക് എടുത്തു തരാം, കാരണം അതില് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്, അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. ഈ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് വിട്ടിട്ട് നിങ്ങൾ ബാക്കി ഏതെങ്കിലും ഒന്ന് നോക്കി എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുമ്പോ. ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് ഞാൻ പറഞ്ഞില്ലേ, ആംബുലൻസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ആ PDF നോക്കിയിട്ട് പറഞ്ഞു. ഓക്കെ, അതുവരേക്കും നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോകണം തന്നെയാണ് നല്ലത്, കാരണം നിങ്ങൾക്ക് ഇത്തിരി പഠിച്ചു പോകാനോ, അല്ലെങ്കിൽ പിന്നെ അത് പെൻഡിങ് ആവും. അപ്പോ അതുവരേക്കും ശരിയില്ലേ, എനിക്ക് ചോദിക്കാട്ടോ. നിങ്ങളുടെ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ഹലോ, എനിവേ നമ്മുടെ ക്ലാസ് അവസാനിക്കാറായി. അപ്പൊ എന്നാ വേണമെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ ചോദിച്ചോളൂ. ഓക്കെ ഓക്കെ, ബൈ. ആരും ഒന്നും ചോദിക്കുന്നുമില്ല. ക്ലാസ് അവസാനിക്കാൻ ടൈം ആയതുകൊണ്ടാണോ?